ഹായ്, എൻ്റെ പേര് ദേവനന്ദ. ഞാൻ വരുന്നത് ആമ്പല്ലൂരിൽ നിന്നാണ്. ആമ്പല്ലൂരിൽ നിന്നാണ്. ഞാൻ മുന്നേ പഠിച്ച സ്കൂള് തലൂരാണ്. പിന്നെ അവിടെ കുറേ ഏജൻസ് വന്നു. അതിൽ ഞാൻ സെലക്ട് ചെയ്തത് ഗാലക്സി ആണ്. അപ്പോൾ അവിടെ ഒരു ചേച്ചി വിളിച്ചു എന്നെ. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ചേച്ചി ഭയങ്കര ഫ്രണ്ട്ലിയാണ്. അപ്പോൾ അമ്മയാണ് സംസാരിച്ചത്. അപ്പം ഞങ്ങൾ എന്ത് ചെയ്തു, ഫസ്റ്റ് ബുക്ക് ചെയ്തിട്ടു. പിന്നെ കോളേജ് വിസിറ്റ് ചെയ്യാൻ കൊണ്ടുപോയി. പിന്നെ ഫസ്റ്റ് ഞാൻ BSc നേഴ്സിംഗ് ആണ് എടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായി. പിന്നെ എല്ലാവരും അത് തന്നെ എടുക്കണം. അപ്പോൾ എനിക്ക് വെറൈറ്റി എടുക്കുന്നുണ്ടായി. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഇവിടുത്തെ മാം കുറേ കോഴ്സുകളെ പറ്റി പറഞ്ഞു തന്നു, അതിൻ്റെ ഇമ്പോർട്ടൻറ്റ്, പിന്നെ കുറേ അതിൻ്റെ ഫീച്ചേഴ്സ് അങ്ങനെയൊക്കെ പറഞ്ഞു തന്നു. അപ്പോൾ ഇതിൽ ഇഷ്ടപ്പെട്ടത് എനിക്ക് BSc ഫിസിഷ്യൻ അസിസ്റ്റൻ്റ് ആണ്. അപ്പോൾ ഞാൻ അത് ബുക്ക് ചെയ്തു. പിന്നെ ഞങ്ങൾ കോളേജ് വിസിറ്റ് ചെയ്യാൻ പോയി. അതിൽ എല്ലാം നല്ല കോളേജസ് ആയിരുന്നു. അപ്പോൾ ഒരെണ്ണം സെലക്ട് ചെയ്തു. അത് കഴിഞ്ഞ് പിന്നെ ഒന്നും അറിയേണ്ട ആവശ്യം വന്നില്ല. പൈസയൊക്കെ കൊടുത്തു കഴിഞ്ഞ് പിന്നെ അവരെല്ലാം അറിയിക്കും. പിന്നെ ഇവിടുത്തെ സ്റ്റാഫൊക്കെ ഭയങ്കര ഫ്രണ്ട്ലി. അവർ എപ്പോൾ വിളിച്ചാലും കോൾ എടുക്കും. പിന്നെ എല്ലാം പറഞ്ഞു തരും, സമയം എടുത്തായാലും. ഇപ്പോൾ ഒരു വട്ടം വിളിച്ച് കിട്ടിയില്ലെങ്കിൽ അവർ തിരിച്ച് വിളിക്കും, കോൾ കണ്ട. പിന്നെ താങ്ക്സ് ടു ഗാലക്സി എല്ലാം ഭയങ്കര ഹാപ്പിയാണ്. ഒന്നും അറിയേണ്ട വന്നില്ല. ഞാനും ഹാപ്പിയാണ്. ഗാലക്സി അവർ നല്ല സർവീസാണ്. ഞാനാണ് ഫസ്റ്റ് വിളിച്ചത്. അപ്പം അവർ തിരിച്ചു വിളിച്ചു എന്നെ ഇവിടെ നിന്നും. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കോളേജ് വിസിറ്റ് ചെയ്യാൻ പോയി. ഇഷ്ടപ്പെട്ടത് കോളേജ് സെലക്ട് ചെയ്തു. പിന്നെ വിളിക്കുമ്പോൾ അവർ ഫോണൊക്കെ എടുക്കും, എല്ലാ സംശയങ്ങളും തീർത്തു തരും. ഇപ്പം പോകാനായിട്ട് റെഡി ആയിട്ടിരിക്കുന്നു. പിന്നെ അകലേക്ക് വിടാനായിട്ട് ഇത്തിരി പേടിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ പേടിയൊന്നുമില്ല. പിന്നെ എല്ലാവരും പറഞ്ഞു ഈ ഇവരെ പറ്റിയിട്ട് നല്ല സർവീസാണ് എന്ന് പറഞ്ഞു. പിന്നെ അതുകൊണ്ട് ഇപ്പോൾ പേടിയൊന്നുമില്ല, ഹാപ്പി ആയിട്ടിരിക്കും. ഇനിയിപ്പോൾ എൻ്റെ ഫ്രണ്ട്സിനോടായാലും എൻ്റെ കസിൻസിനോടായാലും ഞാൻ ഗാലക്സിയാണ് സജസ്റ്റ് ചെയ്യുക. പിന്നെ മാത്രമല്ല അവർ ഭയങ്കര ഫ്രണ്ട്ലിയാണ്. അവിടുത്തെ സ്റ്റാഫുകളായാലും എല്ലാവരും ഫ്രണ്ട്ലിയാണ്. ഒരു ഫാമിലി അറ്റ്മോസ്ഫിയറാണ്. പിന്നെ അവർ ഇടയ്ക്കിടയ്ക്ക് വിളിച്ചന്വേഷിക്കും. ഇപ്പോൾ ഇപ്പോൾ അവർ ക്ലാസ്സിൻ്റെ കാര്യം കോളേജിൻ്റെ കാര്യമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവരിടയ്ക്ക് മെസ്സേജ് അയക്കും, ഇങ്ങനെ എന്തായിരിക്കണോ, ഹാപ്പിയാണോ, അങ്ങനെയൊക്കെ അയച്ച്. പിന്നെ അവർ കൂടുതൽ നമുക്ക് മോട്ടിവേഷൻ തരും. പിന്നെ എല്ലാം പറഞ്ഞു തരും, എല്ലാ കോഴ്സിനെ പറ്റിയായാലും എല്ലാം. അപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ ഗാലക്സി സജസ്റ്റ് ചെയ്യാനേ പറയുള്ളൂ. ആക്ച്വലി ഗാലക്സി എന്ന് പറഞ്ഞ സെക്കൻഡ് ഫാമിലി പോലെയാണ് ഞങ്ങൾക്ക്. ഇവിടുത്തെ സ്റ്റാഫ് ആയാലും എല്ലാവരും ഭയങ്കര ഫ്രണ്ട്ലി ആണ്. ഇവിടുത്തെ മാമും എല്ലാം പറഞ്ഞു തരും, ടൈം എടുത്ത് എല്ലാം വിശദീകരിച്ച്. അങ്ങനെ ഹറിബറൊന്നുമില്ല, എല്ലാം ഭയങ്കര വിശദീകരിച്ച് ഇങ്ങനെ പറഞ്ഞു തരും, ടൈം എടുത്തായാലും. പിന്നെ ഇവിടുത്തെ സ്റ്റാഫ് ഭയങ്കര ഫ്രണ്ട്ലി ആണ്. സ്റ്റാഫ് എന്നുള്ളൊരു ഇതല്ല, ശരിക്കും ഫ്രണ്ട്സിനുള്ളൊരു ഇതാണ് ഇവിടുത്തെ അറ്റ്മോസ്ഫിയർ. പിന്നെ അവർ എപ്പോൾ വിളിച്ചാലും കോളൊക്കെ എടുക്കും. ഇപ്പോൾ എടുക്കാൻ പറ്റില്ലെങ്കിൽ അവർ കോൾ കണ്ടാൽ തിരിച്ച് വിളിച്ച് എല്ലാം അന്വേഷിക്കും. ഇനിയിപ്പോൾ കോളേജിൻ്റെ കാര്യം ഇല്ലാതെ തന്നെ നമ്മളുടെ കാര്യം അവർ അന്വേഷിക്കും, സേഫ് ആയിരിക്കണം, അങ്ങനെയൊക്കെ അവർ നമുക്ക് ചോദിക്കും. പിന്നെ ഇപ്പോൾ നമുക്ക് കോളേജിൽ പോവാൻ തന്നെ ഇവർ നമുക്ക് വണ്ടിയൊക്കെ ഒരുക്കി തരും. അപ്പോൾ നമുക്ക് അങ്ങനെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒറ്റയ്ക്ക് പോകാം. പക്ഷേ ഇവിടെ ഒന്ന് പോകുമ്പോഴേക്കും കൂടുതൽ സേഫായി എത്താൻ പറ്റും. കാരണം വഴി അങ്ങനെയൊന്നും തെറ്റില്ലല്ലോ. അപ്പോൾ ഇവർ തന്നെ കൊണ്ടുപോകും. അപ്പോൾ എല്ലാം ഇവർ തന്നെ നോക്കും. എപ്പോഴും ട്രസ്റ്റ്ഫുൾ ആണ് ഗാലക്സി. എൻ്റെ ഫ്രണ്ട്സിനും എൻ്റെ കസിൻസിനൊക്കെ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് ഗാലക്സി ആയിരിക്കും. ബിക്കോസ് ഭയങ്കര ഫ്രണ്ട്ലി ആണ്. അപ്പോൾ പിന്നെ അത് മാത്രമല്ല, ഇവിടെ ഭയങ്കര സേഫായിട്ടും പിന്നെ എല്ലാ കാര്യങ്ങളും വിശദീകരിച്ച് എല്ലാം പറഞ്ഞു തരും. ആക്ച്വലി എൻ്റെ അമ്മയും അച്ഛനൊക്കെ ഭയങ്കര ഹാപ്പിയാണ്, ഞാനും ഹാപ്പിയാണ്. ഇപ്പം ഞാൻ കോളേജിൽ പോകാൻ നിൽക്കും. ഇപ്പം ഞാൻ ഭാവിയിലായാലും ഞാൻ എപ്പോഴും ഇപ്പോൾ പഠിച്ച് വലുതാവുക എത്തുമല്ലോ ഒരു നിലയ്ക്ക്. അപ്പോൾ ഞാൻ ഗാലക്സിക്കാരെ ഓർക്കും. എല്ലാവരും സജസ്റ്റ് ചെയ്യും ഗാലക്സിനെയാണ്.